എൻ്റെ പേര് അശ്വതി, ആകാശമിഠായി എന്നും പറയും. ഇതെൻ്റെ ആദ്യത്തെ വ്ലോഗാണ്. അതിൻ്റെ എല്ലാ പോരായ്മകളും ഉണ്ട്, നമുക്ക് പോകെ പോകെ ശരിയാക്കാം. ഞാൻ ഇപ്പം UK-യിലാണ്. UK വന്നിട്ട് 3 വർഷമായി. പഠിക്കാൻ വന്നതാണ്, കഴിഞ്ഞു. സോ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ഈ യാത്ര ബെൽഫാസ്റ്റിലോട്ടാണ്. അത് ഫെറി കയറിയിട്ടാണ് ഞാൻ പോകുന്നത്, ലിവർപൂളിൽ നിന്ന് ബെൽഫാസ്റ്റിലോട്ട്. ബെൽഫാസ്റ്റ് എന്ന് പറയുന്നത് നോർത്തേൺ അയർലൻഡിൻ്റെ ക്യാപിറ്റലാണ്. അയർലൻഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ആണ് ആഫ്റ്റർ ഡബ്ലിൻ. ഞാൻ രാവിലെ ചെസ്റ്റർ എന്ന് പറയുന്ന നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലുള്ള എൻ്റെ സ്ഥലത്ത് നിന്ന് ലിവർപൂളിലോട്ട് ട്രെയിൻ കയറി. എന്നിട്ട് ബർക്കിൻഹെഡ് സെൻട്രലിൽ ഇറങ്ങി. അവിടുന്ന് ഒരു ബസ് കയറിയിട്ട് ഈ ഫെറിയുടെ സ്ഥലത്തെത്തി. ഇത് സ്റ്റെന ലൈൻ എന്ന് പറയുന്ന ഫെറി കമ്പനിയാണ്. ഒത്തിരി വർഷങ്ങളായിട്ട് പല സ്ഥലത്തും ഫെറി ഷിപ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്ന ഒരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫെറി കമ്പനി തന്നെയാണ് സ്റ്റെന ലൈൻ. ഇവർക്ക് ഫെറി ഡെയിലി ഉണ്ട്. മോർണിംഗ് 10:30 to 6:30, രാത്രി അതേപോലെ തന്നെ 10:30 to മോർണിംഗ് 6:30 വരെയാണ്. അപ്പം ഞാൻ ഡേ ട്രിപ്പാണ് എടുത്തത്, കുറച്ചുകൂടെ കണ്ടൊക്കെ പോവാലോ എന്നോർത്തിട്ട്. ആദ്യം ഞാൻ വന്നപ്പം എനിക്ക് ഫുൾ സ്റ്റെന ലൈൻ ഇതെനിക്ക് കാണാൻ പറ്റിയില്ല. കാരണം ഞങ്ങളെ ബസ്സിൻ്റെ അവിടെ നിന്ന് ഡയറക്റ്റ് ഇതിൻ്റെ അകത്തോട്ട് കയറ്റുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറമെ എത്ര വലുതായിരുന്നു എന്നുള്ളത് അത്രയ്ക്ക് കാണാൻ പറ്റി. എനിക്ക് ബെൽഫാസ്റ്റിലെത്തിയതിന് ശേഷമാണ് ഞാൻ വേറൊരെണ്ണം കണ്ടിട്ടാണ് ഇത്രയും വലുതായിരുന്നു എന്നുള്ളത് മനസ്സിലായത്. ഞാൻ 7th ഡെക്കിലാണ് ഉള്ളത്. 8th ഡെക്ക് കുറച്ചും കൂടി അപ്ഗ്രേഡഡ് വേർഷനാണ്, ലോഞ്ചസ് ഒക്കെ ഉള്ള. ക്യാബിൻസ് 7th-ലും 8th-ലും ക്യാബിൻസ് ഉണ്ട്, നമുക്ക് കിടന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്. അതും സെപ്പറേറ്റ് ബുക്ക് ചെയ്യണം. ടോട്ടൽ 10 ഡെക്സ് ആണ് ഉള്ളത്. അപ്പോൾ 10th ഡെക്കിൽ കുറച്ചും കൂടി ഓപ്പൺ സ്പേസാണ്. 9th ഡെക്ക് കുറച്ചും കൂടി ക്രൂ മെമ്പേഴ്സാണ് കൂടുതലും അവിടെ ഞാൻ കണ്ടത്. ഞാൻ മോർണിംഗ് ഇറങ്ങിയതായതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഫെറിയുടെ അകത്ത് നിന്ന് തന്നെ കഴിച്ച് അത് നമ്മൾ സെപ്പറേറ്റ് ബില്ല് ചെയ്യണം. ഇത് ഞാനൊരു 3 day ട്രിപ്പ് എന്നുള്ള രീതിയിൽ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു 11th സെപ്റ്റംബറിലായിരിക്കും. ഇതെന്ന് അപ്ലോഡ് ചെയ്യുന്നത് ശരിക്കും എനിക്കറിയില്ല. അപ്പോൾ 12th സെപ്റ്റംബർ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേ എവിടെയെങ്കിലും ആഘോഷിക്കാം എന്നോർത്തിട്ട് ബെൽഫാസ്റ്റ് ഇപ്രാവശ്യം തിരഞ്ഞെടുത്തു. ഞാൻ ഈ വോയിസ് ഇടുന്നതിൽ ചിലപ്പം വേറെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം, കാരണം ഞാനിതൊരു മോളിൻ്റെ അകത്ത് നിന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ലിവർപൂളിൽ നിന്ന് ബെൽഫാസ്റ്റിലോട്ട് 50 മിനിറ്റ്സിൽ നമുക്ക് എത്താം. അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു 50 മിനിറ്റിൽ എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് 8 മണിക്കൂർ എടുത്ത് പോകുന്ന നീ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ കൂടുതലും ആ ജേർണി എൻജോയ് ചെയ്യുന്ന ആളാണ് ദാൻ ദി ഡെസ്റ്റിനേഷൻ. അങ്ങനെ ഒത്തിരി പേരുണ്ടെന്ന് തോന്നുന്നു. ചിലർക്ക് എങ്ങനെയെങ്കിലും അവിടെ പെട്ടെന്ന് എത്തിയാൽ മതി, എങ്ങനെ പോയി എന്നൊന്നുമല്ല ഞാൻ നേരെ തിരിച്ചാൽ അത് ഞാൻ എങ്ങനെയാണ് പോയത് എന്നുള്ളതാണ് കൂടുതലും നോക്കുന്നത്. ഇതിനിടയ്ക്ക് വീഡിയോയിൽ കാണുന്നതൊന്നും ഞാൻ പറഞ്ഞു തന്നില്ല, എന്നാലും ഞാൻ പറയാം. ഇപ്പോൾ ഇത് ഞാൻ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡെക്കിലാണ് നിൽക്കുന്നത്, 10th ഡെക്കിൽ. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ അതിശക്തമായ കാറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാനൊരു കൂടിപ്പോയി ഒരു 5 മിനിറ്റ് നിന്നു, തിരിച്ച് പെട്ടെന്ന് ഞാൻ ഇറങ്ങി പോകുന്നു. എനിക്കതിൻ്റെ സൈഡിലോട്ടൊന്നും പോകാനേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര കാറ്റായിരുന്നു. ബാലൻസ് പോകും നമ്മുടെ ശരിക്കും. പിന്നെ കുറച്ച് മഴയും പെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അത്ര റിസ്ക് എടുത്തില്ല. ഇങ്ങനെ ഒന്ന് കാണിക്കാൻ പറ്റുന്നത് മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഞാൻ തിരിച്ചു പോന്നു. പക്ഷെ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു.
ഈ കാണുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ മൂവി കാണാൻ പറ്റുന്നൊരു ചെറിയ ഹോം തിയേറ്റർ പോലത്തെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതൊരു മൂവി ലോഞ്ച് പോലത്തെ 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു ഇതായത് നമുക്ക് വേണമെങ്കിൽ സിനിമയൊക്കെ കാണാം. ഞാൻ പിന്നെ സിനിമയൊന്നും കാണാൻ നിന്നില്ല. ഞാൻ ഈ ഡോറ് തുറക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നെ എനിക്കൊരാൾ വന്ന് തുറന്നു തന്നു. അപ്പുറത്തെ സൈഡിൽ നല്ല കാറ്റ് കാരണം ഇങ്ങോട്ടേക്ക് അതിങ്ങനെ ഭയങ്കര ടൈറ്റായിട്ടിരിക്കുമായിരുന്നു ആ ഡോറ്. ഇതിങ്ങനെ ഒരു സൈഡ് 7th ഡെക്കിൻ്റെ ഒരു സൈഡ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെയും ഭയങ്കര കാറ്റ് തന്നെയായിരുന്നു. എന്നാലും ഞാനൊന്ന് എപ്പോഴും കയറുന്നതല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടൊന്ന് കയറി ഇറങ്ങി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങാം എന്നോർത്തു. ഈ കാണുന്നത് അതിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു മിനി ഷോപ്പാണ്. നമ്മുടെ കൺഫെക്ഷണറീസും എല്ലാം ചെറിയ ചെറിയ കുറേ കാര്യങ്ങൾ നമ്മൾ എയർപോർട്ടിൽ കാണുന്ന പോലത്തെ കുറച്ച് ആ ഒരു അത്രയും പ്രൈസ് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ നമുക്ക് കിട്ടുമ്പോൾ ഉള്ള അത്രയും കത്തിയായിരുന്നു എല്ലാ സാധനങ്ങളും. ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി ഓടി എല്ലാം ഒന്ന് കാണിച്ചിട്ട് ഇറങ്ങാമെന്ന് ഓർത്തു. ഇത് കാണുന്നത് ഐൽ ഓഫ് മാൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ക്രൗണിൻ്റെ ഡിപ്പെൻഡൻസിയിൽ വരുന്ന സെൽഫ് ഗവേണിംഗ് ആയിട്ടുള്ളൊരു ഐലൻഡാണ്. ആംഗിൾസി എന്ന് പറയുന്ന നോർത്ത് വെയിൽസിലുള്ള ഐലൻഡിന് ശേഷം ബിഗ്ഗസ്റ്റ് ഐലൻഡാണ് ഐൽ ഓഫ് മാൻ, ഐറിഷ് സീയിലുള്ള. ഈ കാണുന്നതാണ് സ്റ്റെനാൽ ഐൽ. ഞാൻ നിൽക്കുന്ന സ്റ്റെനാൽ ഐലിൽ നിന്നും എടുത്ത ഒരു വീഡിയോയാണ്. ഞാനങ്ങനെ ബെൽഫാസ്റ്റിലെത്തി. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.